الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله حسيبا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأزواجه وأصحابه الطيبين الطاهرين وسلم تسليما مزيدا. أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا. ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. സൂറത്തുൽ കഹ്ഫിലെ 51-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനും പരിചിന്തനം നടത്താനും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടു മുമ്പത്തെ വചനത്തിൽ പറഞ്ഞത് ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെയും സംബന്ധിച്ചാണ്. ഇബ്ലീസും ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളും നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ വലിയകളായി, രക്ഷാധികാരികളായി നിങ്ങൾ സ്വീകരിക്കരുത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, വിനീതനായ ഒരു അടിയാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രക്ഷാധികാരി അല്ലാഹു മാത്രമാണ്. അള്ളാഹുവിനെ മാത്രം രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ മതി, മറ്റാരെയും രക്ഷാധികാരിയായി സ്വീകരിക്കരുത്. ആരെയും രക്ഷാധികാരിയായി സ്വീകരിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ രക്ഷാധികാരിയായി സ്വീകരിക്കാവൂ എന്നിരിക്കെ സൃഷ്ടികളെ ആരെയെങ്കിലും രക്ഷാധികാരിയായി കാണുന്നത് ശിർക്കാകുമെങ്കിൽ അത് ശിർക്കാണ്. അതിൽ തന്നെ ഇബ്ലീസിനെ, അള്ളാഹുവിനോട് ഏറ്റവും വലിയ ധിക്കാരം കാണിച്ചിട്ടുള്ള ഇബ്ലീസിനെ, അത് തന്നെയും മനുഷ്യവർഗത്തിന്റെ പ്രഖ്യാപിത ശത്രു, ഞാൻ ശത്രുവാണ്, ആദമിനെയും ആദമിന്റെ സന്തതികളെയും പിഴപ്പിക്കലാണ് എന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ആ ഇബ്ലീസിനെ തന്നെ നിങ്ങൾ രക്ഷാധികാരിയായി കാണുന്നുവെങ്കിൽ ബിഇസലില്ലാലിമീന ബദല, അത് എത്ര മോശമായ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ടു മുമ്പത്തെ വചനം അവസാനിച്ചത്. അതിന് ശേഷം പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം, ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങുന്ന വചനത്തിൽ പറയുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില ശൈലികളുണ്ട്. ആ ശൈലികളെ സംബന്ധിച്ച് നമുക്ക് ഒരു നല്ല ധാരണ വേണം. ഇവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹു പറയുന്നത് മാ അശ്ഹദ്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ അൻഫുസിഹിം വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുളില്ലീന അളുദാ. മാ അശ്ഹദ്തുഹും, അവരെ നാം സാക്ഷിയാക്കിയിട്ടില്ല എന്നാണ് വാക്കിന്റെ അർത്ഥം. അഥവാ
ഹാജരാക്കി ആ കാര്യം കാണിച്ചു കൊടുത്തിട്ടില്ല. ഒരു കാര്യത്തിന് സാക്ഷിയായി എന്ന് പറയുക, അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അതിന് സാക്ഷിയായിരുന്നു, ഞാൻ അവിടെ ഹാജരുണ്ടായിരുന്നു, ഞാൻ അത് കണ്ടുകൊണ്ടിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ അവരെ സാക്ഷിയാക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവര് ആ സന്ദർഭത്തിൽ അവിടെ ഹാജരുണ്ടായിരുന്നില്ലെന്നും അവിടെ നടന്നിരുന്ന ആ കാര്യം അവര് കണ്ടിട്ടില്ലെന്നും അതിനവർക്ക് അവസരം നൽകിയിട്ടില്ലെന്നുമാണ്. അവര് എന്ന് പറയുന്നത് ആരെയാണ്? ഇബ്ലീസു വദുർരിയതഹു, ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെയും സംബന്ധിച്ചാണ് പരാമർശിച്ചു വരുന്നത്. തൊട്ടു മുമ്പത്തെ വചനത്തിൽ പരാമർശിക്കുന്നത് ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ ദുർരിയത്തിനെയും സംബന്ധിച്ചാണ്, സന്തതി പരമ്പരകളെയും സംബന്ധിച്ചാണ്. അവരെ നാം സാക്ഷിയാക്കിയിട്ടില്ല, അഥവാ അവരവിടെ ഹാജരുണ്ടായിരുന്നില്ല, അവിടെ നടന്ന കാര്യം അവര് കണ്ടിരുന്നില്ല. എവിടെ, എന്തിന് സാക്ഷിയാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്? ഖൽഖസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിന്. അള്ളാഹു ആകാശങ്ങൾ പടച്ചപ്പോൾ, ഭൂമി പടച്ചപ്പോൾ, അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും പടച്ച ആ സന്ദർഭത്തിൽ ഇബ്ലീസോ ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളോ അവിടെ ഹാജരുണ്ടായിരുന്നില്ല, അവരതിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല, അവരത് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ ചെറിയൊരാശയക്കുഴപ്പമുണ്ടാകും. ആ ആശയക്കുഴപ്പം തീരണമെങ്കിൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന സവിശേഷമായ ശൈലികളെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ ധാരണ വേണം. അതിനു വേണ്ടി ഞാൻ പറയാം. എന്താണ് ഇത്? ഒരു സ്ട്രിങ്ങാണ്, ഒരു ശ്രേണിയാണ്. ആ ശ്രേണിയിൽ ആദ്യത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അവസാനത്തെ കാര്യം തന്നെ, അവസാനത്തേത് തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനു മീതെയുള്ളതും അതിനപ്പുറമുള്ളതും അതിനപ്പുറമുള്ളതുമായ കാര്യങ്ങൾ അവര് തീരല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് വേണ്ട പോലെ ഗ്രഹിച്ചിട്ടില്ല. ഒന്നുകൂടെ വ്യക്താക്കാം. ആകാശങ്ങളെയും അതുപോലെ തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിൽ അള്ളാഹുവിന് വേറെ ഒരു പങ്കാളിയില്ല. അള്ളാഹുവിനെ പോലെ സൃഷ്ടിപ്പിൽ പങ്കെടുത്ത ഒരു പങ്കാളിയായ സൃഷ്ടാവില്ല. അള്ളാഹിനെ പോലെ വേറൊരാള് സൃഷ്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ അള്ളാഹുവിന്റെ കൂടെ സൃഷ്ടിപ്പിൽ പങ്കുപറ്റിയ ഒരു പങ്കാളിയില്ല. ഇനി അത് രണ്ടുമില്ലെങ്കിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് അള്ളാഹുവിന് സഹായിയായി വർത്തിച്ചിട്ടുള്ള ഒരാൾ പോലുമില്ല, സഹായിയില്ല. എന്നല്ല, ഇവിടെ നിങ്ങൾ രക്ഷാധികാരികളായി കാണുന്ന, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ രക്ഷാധികാരികളായി കാണുന്ന ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളുണ്ടല്ലോ, അവര് ആകാശഭൂമികളെ അള്ളാഹു പടച്ചപ്പോ അവിടെ ഹാജരുണ്ടാവുക പോലും ചെയ്തിട്ടില്ല, അതിന് സാക്ഷി പോലും വഹിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരുത്തനെയാണോ നിങ്ങൾ അള്ളാഹുവിന് പുറമെ വലിയായി രക്ഷാധികാരിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇതാണ് അള്ളാന്റെ ചോദ്യം. അപ്പോ ആ ശ്രേണിയിൽ അവസാനത്തെ കാര്യം പറഞ്ഞാൽ, അവസാനത്തേതിനെ തന്നല്ലെങ്കിൽ മോൾക്കങ്ങിട്ടുള്ളത് തീരെയുമില്ലല്ലോ. ഇത് ഭാഷാപരമായ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റേണ്ടതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന് അള്ളാഹു ഇവരെ സാക്ഷിയാക്കിയിട്ടില്ല, ഇബ്ലീസിനെയും സന്തതി പരമ്പരകളെയും. അങ്ങനെയുള്ള ഒരുത്തരെയാണോ നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ വലിയായി വെക്കുന്നത്? അത് കാണാൻ പോലും അവർക്ക് അവസരം ഉണ്ടായിട്ടില്ലെങ്കിൽ അവര് പിന്നെ അള്ളാന്റെ സഹായിയായി നിൽക്കുക എന്നുള്ളത് തീരല്ലല്ലോ. അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൂടെ പങ്കുപറ്റിയെന്ന് പറയുന്നത് അത്രയില്ലല്ലോ. അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെ പോലെ ആകാശഭൂമികൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സൃഷ്ടിച്ചിട്ടുള്ളവരാണ് എന്നുള്ളത് അതും ഒട്ടുമില്ലല്ലോ. ഇതൊന്നുമില്ലാത്ത ഇവരെ ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിപ്പും അതിന്റെ ഉടമസ്ഥതയും അതിന്റെ ആധിപത്യവും എല്ലാം പൂർണ്ണമായും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതും അവൻ മാത്രം ചെയ്തിട്ടുള്ളതും അവന്റെ മാത്രം അധികാരാവകാശങ്ങളിൽ പെടുന്നതുമായ കാര്യമാണ്. അത് അള്ളാഹ് സൃഷ്ടിക്കണ നേരത്ത് അവിടെ ഹാജരില്ല, അത് കാണാൻ പോലും അവസരം കിട്ടിയിട്ടില്ലാത്ത ആ പിശാചിനെ
ആ ഇബ്ലീസിന്റെ മക്കളെ അവരെയാണോ നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ രക്ഷാധികാരിയാക്കി വെക്കുന്നത് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനാണ്, ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനാണ് അള്ളാഹു ചുരുക്കി ഇങ്ങേത്തല മാത്രം പറഞ്ഞത്. മാ അശ്ഹത്തുഹും, ഇബ്ലീസിനെയോ ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെയോ നാം കാണിച്ചു കൊടുത്തിട്ടില്ല, അവര് ഹാജരുണ്ടായിരുന്നില്ല, അവര് കണ്ടിട്ടില്ല, അവര് സാക്ഷികളായിട്ടില്ല. ഏതിന്? ഖൽഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. വലാ ഖൽഖ അൻഫുസിഹിം, അല്ലെങ്കിൽ അവരെ തന്നെ സൃഷ്ടിച്ചതിന്. അവരെ സൃഷ്ടിച്ചത് അവരാണോ? അല്ല. അവരെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ ആ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ അവർ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പോകട്ടെ, ഏറ്റവും നന്ന ചുരുങ്ങിയ ഇങ്ങേ തലയിൽ കിടക്കുന്ന ആ സൃഷ്ടിപ്പിന്റെ വേളയിൽ അവിടെ ഒന്ന് എത്തി നോക്കാനെങ്കിലും അതൊന്ന് കാണാനെങ്കിലും അവർക്ക് അവസരം ഉണ്ടായിട്ടുണ്ടോ? അതുപോലുമില്ല. അപ്പൊ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഇവരെയാണോ നിങ്ങൾ നിങ്ങളുടെ രക്ഷാധികാരികളായി വലിയകളാക്കി വെക്കുന്നത് എന്നാണ് ചോദ്യം. വമാ കുന്തു മുത്തഖിദൽ മുളില്ലീന അളുദ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമാ കുന്തു, ഞാനല്ല, മുത്തഖിദൽ മുളില്ലീൻ, ഇങ്ങനെ പിഴപ്പിക്കുന്ന ആളുകളെ. പിഴപ്പിക്കുക എന്നുള്ളത് ഇബ്ലീസിന്റെ പണിയാണ്. ഇത് ഒരു അടിവരട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രയോഗമാണ്. ഇബ്ലീസ് എന്ന് എവിടെ പറഞ്ഞാലും ഇബ്ലീസിന്റെ ഏറ്റവും പെക്യുലിയർ ആയിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു സ്വഭാവമാണ് പിഴപ്പിക്കുക. ലഉളില്ലന്നഹും അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മുന്നിൽ അവൻ ശപഥം ചെയ്ത് പുറത്തിറങ്ങി പോന്നപ്പോ പറഞ്ഞ കാര്യം ഇതാണ്: ആദമിന്റെ മക്കളെ, ആദമിന്റെ സന്തതി പരമ്പരകളെ, അവരെ എല്ലാവരെയും ഞാൻ പിഴപ്പിക്കും. പിഴപ്പിക്കലാണോ എന്റെ പണി? എന്നിട്ട് ആ ഇബ്ലീസിനെ, ആ ജിന്ന് വർഗത്തിൽപ്പെട്ടിട്ടുള്ള ഇബ്ലീസിനെ, ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെ, അവര് പറയുന്നത് കേൾക്കാൻ നടക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവുക, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. ചിലർ ഒരുപാട് ആളുകൾ അവരെ തന്നെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവര് നിർദ്ദേശിച്ചു കൊടുക്കുന്ന വസ്തുക്കളെ ആരാധിക്കുന്നു. അവര് പറയുന്ന കാര്യങ്ങൾ, അവർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയുമെന്ന നിലക്ക് അവര് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്നു. അവരെന്തെങ്കിലും ചില തെറ്റായ വാർത്തകളോ വിവരങ്ങളോ അറിയിച്ചു തന്നാൽ കിട്ടിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ജ്യോത്സ്യന്മാരും അതുപോലെയുള്ള ഭാവി പ്രവചിക്കുന്ന ആളുകളും അത് മുറുകെ പിടിക്കുന്നു. യഥാർത്ഥത്തിൽ പിശാച് നമുക്ക് ഏതെങ്കിലും ഒരു വൃത്താന്തം തരികയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മെ ഒരു നേരായ കാര്യത്തിലേക്ക് നയിക്കാനോ സത്യമായ ഒരു കാര്യം അറിയിക്കാനോ പിശാച്ചിന്റെ സന്തതി പരമ്പരകൾ മുതിരില്ല എന്ന കാര്യം ഉറപ്പാണ്. നമ്മളെ പിഴപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ അതിന് സമം ചേർത്ത് വെക്കേണ്ട പദം മുളിൽ, പിഴപ്പിക്കുക എന്നുള്ളതാണ്. പിഴപ്പിക്കുന്നവൻ. അള്ളാഹു അവനെ പിഴപ്പിക്കുന്നവൻ എന്നിവിടെ മുദ്രയടിച്ചത് അവന്റെ വാക്കെടുത്തിട്ടാണ്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്: ഞാൻ അവരെ മുഴുവനും നേർവഴിയിൽ നിന്ന് തെറ്റിക്കും, വഴി തെറ്റിക്കും. അതാണ് എന്റെ പണി, അതാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഗവായത്തിൽ അഥവാ ലലാലത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ മക്കളെ ഗവായത്തിൽ, ലലാലത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെയും നാം സ്വീകരിക്കില്ല. അളുദ, ഒരു തരത്തിലുള്ള സഹായത്തിനും നാം സ്വീകരിക്കില്ലല്ലോ. ആ ഇബ്ലീസിനെയാണോ നിങ്ങൾ കൂട്ടുപിടിക്കുന്നത്? അതുകൊണ്ട് ജിന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പല ആളുകളുടെയും തലയിൽ കയറിയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് ജിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വിഷയങ്ങൾ. ഒരു സമയമുണ്ടായിരുന്നു ജിന്ന് എന്ന് പറയുന്നതൊന്നും ഇല്ല എന്ന രൂപത്തിൽ പറ്റി അങ്ങ് നിഷേധിക്കുന്ന ഒരു പ്രവണത കേരളത്തില്. അത് പരിഷ്കാരത്തിന്റെയും നവോത്ഥാനത്തിന്റെയും അതുപോലെ തന്നെ ഇസ്ലാഹിയത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ജിന്നിനെ അങ്ങോട്ട് നിഷേധിക്കുമായിരുന്നു. പറ്റ നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സിഹർ അങ്ങോട്ട് നിഷേധിച്ച് തള്ളുമായിരുന്നു.
സിഹർ ഇല്ല, ജിന്ന് ഇല്ല, ജിന്ന് അല്ലെങ്കിൽ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ജിന്ന് ബാധിക്കുന്ന പ്രശ്നമില്ല, ജിന്ന് ഉപദ്രവിക്കുന്ന പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ എന്നെ ഉപദ്രവിക്കട്ടെ, ഞാനിതാ ജീവനോടെ നിൽക്കുന്നു, ഇങ്ങനെയുള്ള വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥിതി ആദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞതെല്ലാം തന്നെ അതിര് കവിച്ചിലുകളാണ്, മുജാസഫ. അതൊന്നും മിതമായ സംസാരമല്ല, വസ്തുതകളുമായി നിരക്കുന്നതല്ല, സത്യവുമായി യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല. ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്, ജിന്നിന് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയും, അതുപോലെ തന്നെ സിഹർ ഉണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇടക്കാലത്ത് പല ആളുകളും മനസ്സിലാക്കാൻ ഇടവന്നു, പലരും മനസ്സിലാക്കി. പക്ഷെ അത് മനസ്സിലാക്കിയ സമയത്ത് കുറച്ച് ആൾക്കാര് ആ ഒരു തുരുപ്പ് ഷീട്ട് പിടിച്ചിട്ട് പിന്നെ കുറെ അങ്ങോട്ടങ്ങോട്ട് പോയി. അവര് പരിധിയിൽ നിന്നില്ല, പരിധി കടന്ന് പരിധിയിൽ ലംഘിച്ചിട്ട് കുറെ മുന്നോട്ട് പോയി. എന്ത് ഇല ഇളകിയാലും അത് ജിന്നാണ്, ഒക്കെ ജിന്ന്. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം എന്ന് പറഞ്ഞ പോലെ മുനാഫിഖുകളുടെ സ്വഭാവം പറഞ്ഞപ്പോ എന്തൊരു ശബ്ദം കേട്ടാലും അത് ഞങ്ങൾക്കെതിരിലാണ് എന്നാണ് അവർ കരുതുക. എന്നതുപോലെ നമ്മളെ വീട്ടിലോ വളപ്പിലോ നാട്ടിലോ കാട്ടിലോ ഒരു ചെറിയ ഇളക്കം ഉണ്ടായാൽ, ഒരാളനക്കം ഉണ്ടായാൽ, ഒരു ഇല അനക്കം ഉണ്ടായാൽ അത് ജിന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ജിന്നിനിറക്കലായി, ജിന്നിനിറക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഓതലായി, പിന്നെ അതിനു വേണ്ടി പ്രത്യേക ജിന്നിന് വേണ്ടിയുള്ള ചികിത്സക്കുള്ള ക്ലിനിക്കുകളായി, പിന്നെ ആ ജിന്നിനെ അറക്കുന്നതിന്റെ പേരിലുള്ള വരുമാന മാർഗങ്ങളായി, പിന്നെ അതൊരു ബിസിനസ്സായി. ഇങ്ങനെ കുറെ ആളുകൾ. ഇത് മുജാസഫന്റെ വേറൊരു തല. ഒന്നുകിൽ ജിന്നില്ല, സിഹറില്ല, ജിന്ന് മനുഷ്യനെ ഉപദ്രവിക്കൂല, പറ്റ കാര്യങ്ങൾ നിഷേധിക്കുന്നിടത്തേക്ക് പോയി. അതല്ലെങ്കിൽ പിന്നെ ജിന്ന്, എല്ലാം ജിന്ന്, ഒക്കെ ജിന്ന്, അതുകൊണ്ട് തന്നെ അനങ്ങാൻ പറ്റൂല. അവിടെ ഒരു രൂപം കണ്ടു, ഇവിടെ ഒരു ശബ്ദം കേട്ടു, ഇവിടെ അങ്ങനെ ഒരു തോന്നലുണ്ടായി. മനുഷ്യന്റെ മനസ്സിൽ പല സന്ദർഭത്തിലും ഉണ്ടാകുന്ന പലതരം തോന്നലുകളും അത് പലതും ഇബ്ലീസ് നമ്മെ തോന്നിപ്പിക്കുന്ന, പിശാച് തോന്നിക്കുന്നതായിരിക്കും. പക്ഷെ ആ ഇബ്ലീസ് തോന്നിക്കുന്നു, അതോടുകൂടി തന്നെ ജിന്ന് ശാസ്ത്രം രംഗത്ത് വരാൻ അത് പോരാ. അങ്ങനെ ഒരു ജിന്ന് ശാസ്ത്രം പിടിക്കേണ്ട കാര്യം അതിനില്ല. അങ്ങനെ മനസ്സിൽ പിശാച് ഒരു തെറ്റായ ഒരു പ്രേരണ ഉണ്ടാക്കിയാൽ, ഒരു തോന്നലുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ തെറ്റായ ഒരു പ്രവണത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്തിന്? ഇബ്ലീസിനെ പേടിക്കുക അല്ല, ഇബ്ലീസിനെ സൂക്ഷിക്കാനാ പറഞ്ഞത്. ഇബ്ലീസിനെ സൂക്ഷിക്കാനാ പറഞ്ഞത്, നിങ്ങൾ അവനെ പേടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ടത് അള്ളാനെയാണ് എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടുക. നിങ്ങൾ അവരെ ആരെയും ഭയപ്പെടരുത്. നിങ്ങൾ അള്ളാന്റെ സൃഷ്ടികളെ ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടാൻ തരപ്പെട്ടിരിക്കുന്നത് എന്നെ മാത്രമാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടൂ. പിന്നെ ഈ ജിന്നിനെ അല്ലെങ്കിൽ ഈ ഇബ്ലീസിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. അപ്പൊ ഇബ്ലീസ് ഏതെങ്കിലും തരത്തിൽ, ജിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഉപദ്രവിച്ചാലോ? അതെ, ഉപദ്രവിക്കും. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാന്റെ അടിമയായ, അള്ളാഹുവിൽ അടിയുറച്ച് അചഞ്ചലമായി വിശ്വസിക്കുന്ന മുഅ്മിനായ, മുവഹ്ഹിദായ ഒരു മനുഷ്യൻ അള്ളാഹ് എന്നുള്ള ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ അതിമഹത്തായ അതിബൃഹത്തായ ഇസ്മുൽ ജലാല ചൊല്ലിക്കൊണ്ട് അള്ളാഹനെ മുൻനിർത്തി, അള്ളാഹനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസിൽ നിന്ന് കാവൽ ചോദിച്ചാൽ അള്ളാഹ് എന്ന നാമത്തെ മറികടക്കാൻ കഴിവുള്ള ഒരു ഇബ്ലീസിനെ, ഒരു ജിന്നിനെ അള്ളാഹ് പഠിച്ചിട്ടില്ല. അള്ളാഹനെ മറികടക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ഇസ്മുൽ ജലാലത്തിനെ മറികടക്കാൻ കഴിയുന്ന, അള്ളാന്റെ കലിമാത്തിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ജിന്നിനെ അള്ളാഹ് പഠിച്ചിട്ടില്ല. അള്ളാഹ് എന്ന ആ ഇസ്മുൽ ജലാല അത് നിങ്ങൾ പറയൂ, ആ നാമം നിങ്ങൾ വിളിച്ചു തേടൂ. ആ നാമം പറഞ്ഞുകൊണ്ട്, ആ പേര് വിളിച്ചിട്ട് അള്ളാഹിനോട് നിങ്ങൾ ഇബ്ലീസിൽ നിന്ന് കാവൽ ചോദിച്ചാൽ ആ നാമം കേൾക്കുമ്പോൾ ഉരുകിപ്പോകാൻ, ഞൊടിയിടയിൽ ഓടിമറയാൻ അതിനു മാത്രം കഴിയുന്ന, ഉരുകിപ്പോകുന്ന ആ അത്രയും ദുർബലനാണ് ഇബ്ലീസ്. അള്ളാന്റെ നാമത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കൂല. അള്ളാന്റെ നാമങ്ങൾ, അള്ളാന്റെ കലിമാത്തുകളെ ലാ യതജാവസുഹുൻ,
ആ അള്ളാന്റെ കലിമാത്തുകളെ മറികടക്കാൻ, അതിനെ സൂപ്പർസീഡ് ചെയ്യാൻ, അതിനെ ക്രോസ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ ഒരു ഇബ്ലീസിനും ഒരു ജിന്നിനും കഴിയില്ല എന്നുള്ളത് ഹദീസിലുള്ളതാണ്, ഖുർആനിലുള്ളതാണ്. ഇത് മനസ്സിലാക്കൂല. എന്നിട്ട് പേടിച്ച് അരണ്ട് പരി കയറൂല, പരി പോകൂല, ആ വീട് മാറണം, ഈ വീട് മാറണം. എത്രങ്ങാനും ആളുകൾ സുബ്ഹാനല്ലാഹ് ഫോണിലൂടെ എന്നോട് നേരിട്ട് ചോദിച്ച അനുഭവം എനിക്കുണ്ട്. എന്നോട് പറയാണ്, മറ്റേ ആൾക്കാരെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതെനിക്ക് ആവശ്യമല്ല. അയാള് വന്നു, അയാള് റുഖിയ നടത്തി. 1,60,000 ഉറുപ്പ്യ റുഖിയ നടത്താൻ വേണ്ടി എനിക്ക് ചെലവായി എന്നിപ്പോ ഈ ഒരു മാസത്തിന്റെ ഉള്ളിൽ എന്നോട് ഒരാൾ പറയാണ്. എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞു, റുഖിയ നടത്തിയിട്ട് അയാൾ പറഞ്ഞത്, എന്റെ വീടിന്റെ അടിയിൽ ഒരു വിഗ്രഹമുണ്ട്, എന്റെ വീടിന്റെ അടിയിൽ ഒരു വിഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശല്യം, അതിനാൽ നിങ്ങൾ ഈ വീട് മാറണം, അതിനാൽ ഈ വീട് മാറണം. പിന്നെ അയാളും വീട്ടുടമസ്ഥനും വീട്ടിലുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് വീട് മാറാൻ കഴിയണ കാര്യം? ആ വീട്ടിന്റെ അടിയിൽ അങ്ങനെ ഒരു വിഗ്രഹമുണ്ട് എന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആരാ? ഈ റുഖിയ നടത്താൻ വന്ന ഈ മൊയ്ലിയാർക്ക് പറഞ്ഞു കൊടുത്തത് ആരാ? അയാൾക്ക് വഹിയുണ്ടോ? മുഹമ്മദ് നബി പറയുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ വഹിയുണ്ട്. ഇത് പറഞ്ഞു കൊടുത്തത് ഏതെങ്കിലും ഒരു ജിന്നാണെങ്കിൽ ഒന്നുകിൽ അയാൾ കളവ് പച്ചക്ക് മുഖത്ത് നോക്കി പറയാ, ഇതിന്റെ താഴെ എന്തിന്റെ വിഗ്രഹമുണ്ട്. വീട്ടുടമസ്ഥൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കളച്ച് വിഗ്രഹം മാറ്റാൻ തയ്യാറാണ്. പറ്റൂല. പിന്നെ ആരാ പറഞ്ഞു കൊടുത്തത്? ജിന്നാ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു ജിന്ന് പറഞ്ഞു കൊടുത്തത് ശരി എന്ന് വെച്ചാൽ അതാണ് മന്നത്താ കാഹിനൻ ഔ അറാഫൻ. ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ പോയി, എന്നിട്ട് ആ ജ്യോത്സ്യൻ പറയുന്ന കാര്യം സത്യപ്പെടുത്തി, അത് വിശ്വസിച്ചു, അത് സത്യപ്പെടുത്തി എങ്കിൽ ലൻ തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമ, 40 ദിവസത്തെ നിസ്കാരം ബാത്തില. ചില റിവായത്തുകളിൽ മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഇറക്കിയതിൽ അയാൾ അവിശ്വസിച്ചു എന്നുള്ളവരെ റിവായത്ത് വന്ന വിഷയമാണ്. കാരണം അങ്ങനെ ഒരു ജിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് തന്നെ സങ്കല്പിക്കുക. എന്താണ് ഇവർ ഏതിനടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം ഈ ആളുകൾ പറയണതെന്ന് അറിയില്ല. അവര് പറയുന്നുവെങ്കിൽ ജിന്ന് പറഞ്ഞു കൊടുത്ത കാര്യത്തെ സത്യപ്പെടുത്താൻ പറ്റൂല. ജിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുളില്ലീന അലുദ, അള്ളാഹു മുളില്ലീങ്ങൾ എന്നാ പറഞ്ഞത്. ഇബ്ലീസിനോട് സമം ചേർത്ത് വെക്കാവുന്ന വാക്ക് മുളില്ലി എന്നാണ്. ഓനൊരിക്കലും നേര് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല. ഇവിടെ എന്നോട് തിന്നതുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ ശല്യം എന്ന് പറഞ്ഞു കൊടുക്കൂല. മനുഷ്യന് സഹായകമാകുന്ന, മനുഷ്യന് ഉപകാരം ചെയ്യുന്ന, മനുഷ്യനെ ശരിയിലേക്ക് എത്തിക്കുന്ന, വസ്തുതയുമായി നിരക്കുന്ന ഒരു കാര്യം പറയില്ല. ഓൻ കദ്ദാബ്, ഗാശിം, കദൂബ്, കളവേ പറയും. അക്രമകാരിയാണ്. പിഴപ്പിക്കലാണ് അവന്റെ പണി, പിഴപ്പിക്കൽ. ഈ അക്രമകാരിയായ, ഈ പിഴപ്പിക്കുന്ന ഇവൻ പറയുന്ന ഈ കള്ളത്തരം ആവർത്തിക്കുന്നുവെങ്കിൽ, അത് സത്യപ്പെടുത്തുന്നുവെങ്കിൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമ. അതുകൊണ്ട് ഈ ജിന്നിനെയും ഈ ബാക്കിയുള്ള നിങ്ങൾ വല്ലാണ്ട് പേടിക്കണ്ട, അവിടെ സൂക്ഷിച്ചാൽ മാത്രം മതി. അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ കലിമാത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ. ആ അസ്മാഉകളെ ഒരാൾക്കും, ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഇത്തരത്തിലുള്ള ഒരു ജിന്നിനും ഒരു സൃഷ്ടിക്കും അവയെ മറികടക്കാൻ കഴിയുകയില്ല. അത് നല്ലവനാകട്ടെ മോശപ്പെട്ടവനാകട്ടെ, ഒരാൾക്കും ബർറനും ഫാജിറനും ലം യതജാവസുഹുൻ. അതുകൊണ്ട് അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലത്ത് അത് ചൊല്ലി, ആ പേരിൽ വിളിച്ച്, അള്ളാനെ മുൻനിർത്തി, അള്ളാനെ മുന്നിലേക്ക് വെച്ച് ഈ ഇബ്ലീസിന്റെ, ഈ ജിന്നിന്റെ ഷർറിൽ നിന്ന് നമ്മൾ കാവൽ ചോദിച്ചാൽ അള്ളാന്റെ നാമത്തെ മറികടന്നു വരാൻ പറ്റുന്ന ഒരു ജിന്നിനെ, ഒരു ഇബ്ലീസിനെ അള്ളാഹ് പടച്ചിട്ടില്ല. ഇവിടെ ഞാൻ ആ വിഷയത്തിലേക്ക് എങ്ങനോ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദ, മുദില്ലീങ്ങളെ ഞാൻ ഒരിക്കലും സഹായിയായിട്ട് സ്വീകരിക്കുന്നവനല്ല. ഇവിടെ ആരാണ് മുദില്ല് എന്ന് അള്ളാഹു പറഞ്ഞത്? ലഉഗ്വിയന്നഹും അജ്മഈൻ, ആദമിനെയും ആദമിന്റെ മക്കളെയും മുഴുവനും ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിനോട് കട്ടായം പറഞ്ഞ് അള്ളാഹിനെ ധിക്കരിച്ചിറങ്ങിപ്പോന്നത് ഇബ്ലീസാണ്.
ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളാണ് അതിന്റെ അനന്തരാവകാശികൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്, ഈ മുളില്ലീങ്ങളെ പഴിപ്പിക്കല ഓല പണി, അവരെ ഞാൻ സഹായികളായിട്ട് എടുക്കൂല. ആ ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെ അവരാകാശഭൂമി പടച്ചവരല്ല, പടക്കുന്നതിൽ അള്ളാഹുവിന്റെ കൂടെ അവർക്കൊരു പങ്കുമില്ല, അള്ളാഹുവിനെ അവർ സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആകാശഭൂമികളെ പടക്കുന്നിടത്തോ അല്ലെങ്കിൽ അവരെ തന്നെ പടക്കുന്നിടത്തോ അള്ളാഹു അവരെ ഹാജരാക്കുകയോ അത് കാണിച്ചു കൊടുക്കുകയോ അതിന് സാക്ഷികളാക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാത്ത ഇവർക്കെങ്ങനെ നിങ്ങൾ വലായത്ത് കൊടുക്കും? ഇവർക്കെങ്ങനെ അള്ളാഹുവിനെ നിങ്ങൾ രക്ഷാധികാരിയായി കാണുന്നത് പോലെ അള്ളാഹ്ക്ക് പുറമെ ഇവരെ നിങ്ങൾ എങ്ങനെ രക്ഷാധികാരിയായി കാണും? ഇത് ചോദിക്കാനാണ് അള്ളാഹു ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്ത് മനസ്സിലാക്കിയെടുക്കാൻ ഒന്ന് നന്നായിട്ട് ആലോചിക്കണം. അയത്ന ലളിതമായി ഇങ്ങനെ ഒരൊറ്റ പോക്കിൽ ചിലപ്പോൾ ഈ ആശയങ്ങൾ തലയിൽ വരൂല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കൂട്ടത്തിൽ ജിന്നിനെയും അതുപോലെ തന്നെ ജിന്നിന്റെ ഇബ്ലീസിനെയും അവരുടെ സന്തതി പരമ്പരകളെയും അവർ ചെയ്യുന്ന ഉപദ്രവങ്ങളെയും സെഹറിനെയും കുറിച്ച് കുറച്ചാളുകൾ പരിധി വിട്ട് അങ്ങോട്ട് പോയതും കുറച്ചാളുകൾ പരിധി വിട്ട് അത് നിഷേധിക്കുന്നിടത്ത് നിന്നതും അത് രണ്ടിന്റെയും മധ്യമാണ് ഹക്ക്. അതെന്താന്ന് ചോദിച്ചാൽ ഇബ്ലീസ് ഉണ്ട്, ജിന്നുണ്ട്, ജിന്നിന് മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധിക്കും, സെഹറുണ്ട്, സെഹറിന്റെ ബാധ കേൾക്കും. പക്ഷേ ഒരു മുഅ്മിനും മുവഹിദുമായ മനുഷ്യൻ അതിനവനെ സൂക്ഷിച്ചാൽ മതി. അത് സൂക്ഷിക്കാനും ആ ശർറ് തടുക്കാനും അവന് ഈമാൻ വേണം, അള്ളാഹുവിൽ വിശ്വാസം വേണം. അള്ളാഹുവിൽ അടിയുറച്ച മുവഹിദായ ഒരു മനുഷ്യൻ അള്ളാഹിന്റെ കലിമാത്തുകൾ ചൊല്ലിയാൽ, അള്ളാഹിന്റെ അസ്മാകൾ ചൊല്ലിയാൽ, അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല ചൊല്ലി വിളിച്ചിട്ട് അള്ളാഹിനെ മുൻനിർത്തി അള്ളാഹിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്ലീസിനെതിരിൽ കാവൽ ചോദിച്ചാൽ ആ ഇബ്ലീസിന് അള്ളാഹിന്റെ നാമത്തെ മറികടക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഇബ്ലീസിനെ, ഒരു ജിന്നിനെ, ഒരു പടപ്പിനെ അള്ളാഹ് പടച്ചിട്ടില്ല. ഇതാണ് സത്യം. وَيَوْمَ يَقُولُ نَادُوا شُرَكَائِيَ الَّذِينَ زَعَمْتُمْ فَدَعَوْهُمْ فَلَمْ يَسْتَجِيبُوا لَهُمْ وَجَعَلْنَا بَيْنَهُمْ مَوْبِقًا. അങ്ങനെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം അഥവാ അന്ത്യനാളിൽ, ന്യായവിധി നാളിൽ, നമ്മൾ അതാണല്ലോ പറഞ്ഞു വന്നത്. ആ ന്യായവിധി നാളിനെ കുറിച്ച് പറയുന്നിടത്താണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന മനുഷ്യരാശിയുടെ പ്രാരംഭത്തെ സംബന്ധിച്ചുള്ള കാര്യം പെട്ടെന്ന് അല്ലാഹു എടുത്തുകൊണ്ടുവന്നത്. എന്നിട്ട് വീണ്ടും ആ പരലോകത്ത് അഥവാ ന്യായവിധി നാളിൽ തന്നെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. യൗമ യഖൂൽ, അന്നേ ദിവസം അല്ലാഹു പറയും, നാദൂ ശുറകാഇയല്ലദീന സഅംതും, അള്ളാഹുവിന് പുറമെ പങ്കാളികളെ നിശ്ചയിക്കുകയും പങ്കാളികളെ ആരാധിക്കുകയും ചെയ്തിട്ടുള്ള മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയും, ആ മുശ്രിക്കുകളോട് അള്ളാഹു ആവശ്യപ്പെടും, നാദൂ, നിങ്ങൾ വിളിച്ചു കൊണ്ടുവരുവീൻ. ആരെയാണ് നിങ്ങൾ വിളിച്ചു കൊണ്ടുവരേണ്ടത്? ശുറക്കായി, എന്റെ പങ്കാളികളാണ്, ഞാൻ പടച്ചതുപോലെ പടച്ചു, അല്ലെങ്കിൽ പടപ്പിൽ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ എന്നോടൊപ്പം പങ്കുചേർന്നു, അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വലിയകളായി രക്ഷാധികാരികളായി കൊണ്ടു നടക്കുന്ന വ്യാജ ദൈവങ്ങളില്ലേ, നിങ്ങൾ വലിയായി കൊണ്ടു നടക്കുന്ന രക്ഷാധികാരികളായി കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ശുറക്കാക്കൾ, പങ്കാളികൾ, വ്യാജന്മാർ, വ്യാജ ദൈവങ്ങളില്ലേ, അവരെ നിങ്ങൾ വിളിക്കൂ എന്ന് അല്ലാഹു പറയും. അല്ലദീന സഅംതും, അങ്ങനത്തെ പങ്കാളികൾ എന്ന് പറഞ്ഞാൽ ഇല്ല, പക്ഷെ നിങ്ങൾ വാദിക്കുകയാണ്, നിങ്ങൾ ജൽപ്പിക്കുകയാണ്. നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കുന്ന, വാദിച്ചുണ്ടാക്കുന്ന ആ പങ്കാളികൾ അവരുണ്ടെങ്കിൽ വരട്ടെ. ഭൂലോകത്ത് ജീവിച്ചിരുന്ന കാര്യത്തിന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അവരെ പിന്നാലെയാണല്ലോ നിങ്ങൾ നടന്നിരുന്നത്, അവരെയാണല്ലോ നിങ്ങൾ വലിയായി കണ്ടിരുന്നത്, അവരോടാണല്ലോ നിങ്ങൾ കാര്യങ്ങൾ പരമേൽപ്പിച്ചിരുന്നത്, അവരോട് കൂടിയായിരുന്നുവല്ലോ നിങ്ങൾ ദുആ ചെയ്തിരുന്നത്, അവർക്ക് കൂടിയായിരുന്നുവല്ലോ നിങ്ങൾ നേർച്ചകളും വഴിപാടുകളും അർപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ആ പങ്കാളികളെ അഥവാ വ്യാജ ദൈവങ്ങളെ അവരെ നിങ്ങൾ വിളിക്കൂ എന്ന് പറയും. ഫദഅൂഹും, അപ്പോ ദുനിയാവിലുള്ള കാലം മുഴുവനും അവര് പൂജകളും നേർച്ചകളും വഴിപാടുകളും നൽകിപ്പോന്നിരുന്ന, അവര് ഭയമുണ്ടാകുമ്പോൾ ആ ഭയം തീർക്കാൻ വേണ്ടി, അവർക്ക് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒക്കെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ആ ദൈവങ്ങളെ, ആ പങ്കാളികളെ, ആ ദൈവങ്ങളെ അവർ വിളിച്ചു നോക്കും. പക്ഷേ വിളിച്ചിട്ട് ആരെങ്കിലും വരുമോ? അവിടെ അവരെ കാര്യം രക്ഷപ്പെടാൻ വേണ്ടി അവര് നട്ടോട്ടത്തിലാണ്. ഫലം യസ്തജീബൂ ലഹു,
അവരുടെ ഈ പങ്കാളികൾ ആരും തന്നെ അവർ വ്യാജ ദൈവങ്ങളായി നിരൂപിച്ചിരുന്ന ഈ ഒരു വ്യാജ ദൈവവും അവിടെ വെച്ച് അവർക്ക് ഉത്തരം നൽകുകയില്ല, അവരുടെ വിളി കേൾക്കുകയില്ല. അവര് വിളിച്ചു നോക്കിയാൽ അവിടെ ഹാജരാകാൻ വരില്ല. വജഅൽനാ ബൈനഹും മൗബിഖ. അവിടെ ഉണ്ടാവുന്ന സീൻ മറ്റൊന്നാണ്. അവിടുത്തെ സീൻ എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന സീന് ഇവര് വലിയായി കണ്ട മുശ്രിക്കുകൾ വലിയായി കണ്ട ദേവീദേവന്മാരായി കണ്ട പങ്കാളികളായി അള്ളാന്റെ പങ്കാളികളായിട്ട് അവര് നിശ്ചയിച്ച അവര് ദേവീദേവന്മാരായി കണ്ട ഇവരുടെ വലിയകളായി രക്ഷാധികാരികളായി ഇവർ കുടിയിരുത്തിയ ഈ പങ്കാളികൾ അവര് ഇവരുടെ ശത്രുക്കളായിട്ടാണ് മാറും. അള്ളാനോട് അവർ ഒഴിവ് കഴിവ് പറയും, റബ്ബേ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല ഇവര് ഞങ്ങളെ വലിയാക്കിയത്, ഇവര് ഞങ്ങളെ ദൈവമാക്കിയത്, ഇവരെ ഞങ്ങളെ പങ്കാളികളാക്കിയത്, ഇവര് ഞങ്ങളെ വലിയായി സ്വീകരിച്ചത് ഞങ്ങളുടെ ആവശ്യപ്രകാരമല്ല. അവര് തമ്മിൽ ശത്രുക്കളായി മാറും, എതിരാളികളായിട്ട് മാറും. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ വിചാരണയുടെ സന്ദർഭത്തിൽ അള്ളാഹു ഓരോരുത്തരോടും ഇങ്ങനെ ശിർക്ക് ചെയ്തിരുന്ന ഈ മുശ്രിക്കുകളോട് പറയും, ഓക്കെ, നിങ്ങൾ ഭൂലോകത്ത് വെച്ച് ആരാധിച്ചിരുന്ന വലിയായി കണ്ടിരുന്ന എന്റെ പങ്കാളികളെന്ന് നിങ്ങൾ നിരൂപിച്ചിരുന്ന അവരെ വിളിച്ചുകൊണ്ടുവരൂ. വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി അവരെ വിളിച്ചു നോക്കിയാൽ ഉത്തരം ചെയ്യില്ല എന്ന് മാത്രമല്ല, കാനൂ ലഹും അഅ്ദാഅൻ, അവര് ദൈവമായി കൊണ്ടു നടന്നിരുന്ന ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, അവര് ഞങ്ങൾ ആരാധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടില്ല. ആ ഇബാദത്തിനെ നിഷേധിക്കുകയും ചെയ്യും. അങ്ങനെ അവർക്കിടയിൽ അഥവാ വ്യാജ ദൈവങ്ങളും ആ വ്യാജ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആരാധകരും തമ്മിൽ അവിടെ കടുത്ത ശത്രുതയിലാണ്. വജഅൽനാ ബൈനഹും മൗബിഖ, അവർക്കിടയിൽ നാം ഉണ്ടാക്കി തീർക്കുകയാണ് മൗബിഖ, നാശത്തിന്റെയും ശത്രുതയുടെയും വെറുപ്പിന്റെയും അകൽച്ചയുടെയും ഒരു മൗബിഖ് ഒരു നാശമാണ്. അവർക്കിടയിൽ ഒരു നാശത്തിന്റെ മഹലിക്ക്, നാശത്തിന്റെ ശത്രുതയുടെ ഒരു കാര്യമാണ് അവിടെ ഉണ്ടാക്കുക. അല്ലാണ്ട് ഇവരിവിടെ രക്ഷിക്കും എന്ന് കരുതി പൂജകൾ നടത്തിയ, ആരാധനകൾ നടത്തിയ, നേർച്ചകൾ സമർപ്പിച്ച, അവര് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച, കാര്യങ്ങൾ ഫലമേൽപ്പിച്ച ഈ ദേവീദേവന്മാർ, ഈ പങ്കാളികൾ, ഈ വലിയുകൾ അവിടെ ഒരു ഉപകാരം ചെയ്യൂല എന്നല്ല, ചെയ്യാൻ കഴിയില്ല, ഒരു ഉപകാരം ചെയ്യൂല എന്ന് മാത്രമല്ല, അവരിവരെ നിഷേധിക്കും, ഇവരുടെ ആരാധനയെ നിഷേധിക്കും, ഇവരുടെ കടുത്ത ശത്രുക്കളായിരിക്കും. അവർക്കിടയിൽ മൗബിഖ്, അവർക്കിടയിൽ നാശത്തിന്റെ ഒരു ഗർത്തമാണ്, ഒരു നാശമാണ് അള്ളാഹു നിശ്ചയിക്കാൻ പോകുന്നത്. ഇതാണ് പരലോകത്തുണ്ടാകാൻ പോകുന്ന സീന്. വറഅൽ മുജ്രിമൂന അന്നാർ, അവിടെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആയുസ്സുള്ള കാലം മുഴുവനും ആ ദൈവത്തിന്റെ കൂടെ, ഈ ദേവിയുടെ കൂടെ, ആ തങ്ങളുടെ കൂടെ, ഈ വലിയന്റെ കൂടെ, ഈ ഉപ്പാപ്പാന്റെ കൂടെ ഇങ്ങനെ ജീവനുള്ളതും ഇല്ലാത്തതും കുത്തി വെച്ചതും അതുപോലെ കിടത്തി വെച്ചതും നാട്ടിവെച്ചതുമായ ഇത്തരത്തിലുള്ള പല വസ്തുക്കൾ, ആൾ ദൈവങ്ങൾ അല്ലാത്തവർ, അവരുടെ പിന്നാലെ പോയ മനുഷ്യന്മാർ, അവര് പരലോകത്ത് ഞങ്ങളെ രക്ഷിക്കും, അവര് ഞങ്ങൾക്ക് രക്ഷകരായിട്ട് വരും, അവര് ശുപാർശക്കാരായിട്ട് വരും എന്ന് കരുതി അവർക്ക് വേണ്ടി കോഴിനർത്തു, അവർക്ക് വേണ്ടിയിട്ട് ബലിയർത്തു, അവർക്ക് വേണ്ടി ആടിനെ നൽകി, അവർക്ക് വേണ്ടി സ്വത്ത് മുഴുവനും ചെലവഴിച്ചു, അവർക്ക് വേണ്ടി നേർച്ചകൾ നൽകി, സ്വകാര്യമായും പരസ്യമായും അവരെ വിളിച്ചുകൊണ്ടിരുന്നു, അവരെ രക്ഷാധികാരികളായി കണ്ടു. പക്ഷെ അവിടെ എത്തി നോക്കുമ്പോ അവരിവരെ ശത്രുക്കളാണ്. ഇവരവർക്ക് നൽകിയിട്ടുള്ള ഒരു ആരാധനയും അവർ വകവെക്കുന്നേയില്ല. എന്ന് മാത്രമല്ല, വജഅൽനാ ബൈനഹും മൗബിഖ, അവർക്കിടയിൽ നാശത്തിന്റെ ഒരു ഗർത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത്. തമ്മിലൊരു യോജിപ്പില്ല, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർ ശത്രുക്കളായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅഉൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഈ പാവപ്പെട്ട അനുയായികൾ
എന്തെങ്കിലുമൊക്കെ അവിടുന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവിടെ ചെന്നു. അവിടെ ഈ അനുയായികളിൽ നിന്ന് അവർ ആരാധിച്ചിരുന്ന, അവർ വലിയായി കണ്ടിരുന്ന, അവർ ദൈവമായി കണ്ടിരുന്ന ഈ പങ്കാളികൾ അവരങ്ങ് ഒഴിഞ്ഞു മാറും. ഒറ്റ ഒഴിച്ചിലാണ്. തബറഅല്ലദീനത്തുബിഉ, പിന്തുടരപ്പെട്ടിരുന്ന ഈ നേതാക്കന്മാർ, ഈ വലിയുകൾ, ഈ പങ്കാളികൾ, ഈ വ്യാജ ദൈവങ്ങൾ അവരങ്ങോട്ട് ഒഴിഞ്ഞു മാറും. ആരിൽ നിന്ന്? മിനല്ലദീനത്തബഉ, അനുയായികളിൽ നിന്ന്. അവരെ പിന്തുടർന്ന അനുയായികളെ തള്ളിപ്പറയും, എന്നിട്ട് ഒഴിഞ്ഞു മാറും. ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഈ അനുയായികൾ വറഅഉൽ അദാബ്, അവര് നരകശിക്ഷ നേരെ കണ്ണുകൊണ്ട് കാണുകയാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അനുയായികൾക്കും നേതാക്കന്മാർക്കും ഇടയിലുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടു. തഖത്തഅത്, മുറിഞ്ഞുപോയി. ബിഹിമുൽ അസ്ബാബ്, ഇവിടെ വലിയ ദൈവമാണ്, വലിയാണ് പറഞ്ഞ് കൊണ്ടുനടന്ന് തലി കൊണ്ട് നടന്ന് വീട്ടിൽ പ്രതിഷ്ഠ സ്ഥാപിച്ചു വെച്ചു. അവർക്ക് വേണ്ടി എല്ലാം നൽകി, അവർക്ക് വേണ്ടി ജീവൻ നൽകി, അവർ അള്ളാഹനെ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിച്ചു. അങ്ങനെ കൊണ്ടു നടന്നിരുന്ന ഈ ദൈവങ്ങൾ, ഈ പങ്കാളികൾ, അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ആ നേരത്ത്, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? വറഅൽ മുജ്രിമൂൻ, ഈ അപരാധികളായ ആളുകൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക. അതാണ് ഏറ്റവും വലിയ അപരാധം. കാരണം ആകാശങ്ങളും ഭൂമിയും പടച്ചത്, അവയെ ഉടമപ്പെടുത്തുന്നത്, അവയെ നിലനിർത്തുന്നത്, അവയുടെ ഭാഗതയെ നിർണയിക്കുന്നത്, അതിലെല്ലാം പരിപാലിക്കുന്നത്, അതിലെല്ലാം അള്ളാഹ് മാത്രമുള്ളൂ. അള്ളാഹിനെ പോലെ വേറൊരാളത് ചെയ്യുന്നില്ല. അള്ളാഹ് ചെയ്തതിൽ അള്ളാഹ് ഒരു പങ്കാളിയെ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹ്ക്കൊരു സഹായിയായിട്ടില്ല. എന്ന് മാത്രമല്ല, അള്ളാഹ് ഈ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതൊന്ന് നോക്കിക്കാണാൻ ഒരുത്തരും അള്ളാഹു അവസരം കൊടുത്തിട്ടില്ല. അതിനൊരാളെയും അള്ളാഹു സാക്ഷി പോലും ആക്കിയിട്ടില്ല. അങ്ങനെയുള്ള ആ അള്ളാനെ, അവനെ മാത്രം ആരാധിക്കേണ്ടുന്നതിന് പകരം അവന് കൊടുക്കേണ്ട ആരാധന ഇവർക്ക് കൂടി പകുത്തു കൊടുത്തിട്ടുള്ള ഈ അപരാധികൾ, പൊറുക്കപ്പെടാത്ത, ഒരു നിലക്കും അല്ല പൊറുക്കാത്ത ഈ ശിർക്ക് എന്ന് പറയുന്ന കടുത്ത അപരാധം ചെയ്തു വെച്ചിട്ടുള്ള ഈ അപരാധികൾ, ആ അപരാധികൾ കാണുകയാണ് അന്നാർ, നരകത്തെ കൺമുന്നിൽ കാണുകയാണ്. കത്തി ജ്വലിച്ചു വരുന്ന തീ. ആ തീയിന്റെ വല്ലാത്ത തീയാണ്. അതിലേക്ക് കൂട്ടം കൂട്ടമായി ജനങ്ങളെ കൊണ്ടുപോയി തള്ളുകയാണ്. എത്ര തള്ളിയാലും നരകത്തിന് മതിയാവില്ല. അതിന്റെ ആർത്തി അടങ്ങുന്നില്ല. നരകം ചോദിക്കുന്നു, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, എനിക്ക് ഇനിയും വേണം, ഇനിയുണ്ടോ? ഇനിയും വേണം, എനിക്ക് ഇനിയും വേണം. അവസാനം ആ കലി തീരാത്ത നരകത്തിനുമേൽ അള്ളാഹു തന്റെ കദമു വെച്ചിട്ട് ഖദിൻ, മതി എന്ന് പറഞ്ഞാൽ അതിന്റെ കരി അടങ്ങും. അത്രമേൽ ക്രുദ്ധമായി കത്തിയാളി മനുഷ്യ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നരകം. ആ നരകം കൺമുന്നിൽ കാണുമ്പോൾ ഫളന്നു അന്നഹും മുവാഖിഉഹ, അവര് കരുതി. അപ്പോൾ ലന്നു, അവര് കരുതി. ഇവിടെ കരുതി എന്ന് പറഞ്ഞാൽ ഈ ലന്നിന്റെ അർത്ഥം മുഫസ്സിരിങ്ങൾ മുഴുവനും പറഞ്ഞത് അവർ ഉറപ്പിച്ചു എന്നാണ് കേട്ടോ. ലന്നിന് യഖീൻ എന്ന അർത്ഥം വരുന്ന ഒരു സന്ദർഭം ഇത്. അത് ഭാഷന്റെ ഒരു കളിയാണ്. ലന്ന് എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ കേട്ട് ലന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുതുക, ഊഹിക്കുക എന്നാണ്. എന്നാൽ ലന്നിന് തന്നെ ഉറപ്പിക്കുക എന്നർത്ഥമുണ്ട്. ആ സന്ദർഭമാണിത്. ഫളന്നു, ആ വേളയിൽ അവർ ഉറപ്പിച്ചു. അന്നഹും മുവാഖിഉഹ, ഒരു സംശയവുമില്ല, തീർച്ചയായും അവരതിൽ പതിക്കാൻ പോവുകയാണ്. ആ നരകത്തിൽ അവർ വീഴാൻ പോവുകയാണ്. അവരെ ഇപ്പൊ നരകത്തിലേക്ക് എടുത്തെറിയും എന്ന കാര്യം അവർ ഉറപ്പിച്ചു. ഇനി ഒന്ന് അങ്ങോട്ട് തെറ്റാനോ ഇങ്ങോട്ട് തെറ്റാനോ, എന്തെങ്കിലും ഒരു തെറ്റാനുള്ള അവേർഷനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? വലം യജിദു അൻഹാ മസ്രിഫ, അവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല, അവർ കാണുകയില്ല. ലം യജിദു, അവർ കാണുകയില്ല, കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. അൻഹ, ആ നരകത്തിൽ നിന്ന് മസ്രിഫ, ഒരു അവർഷൻ, ഒന്ന് തെറ്റാൻ, ഒന്ന് വ്യതിചലിക്കാൻ, അതിനും വീഴാതെ ഒന്നൊന്നും തെറ്റി നിൽക്കാൻ, ഒന്ന് മാറി നിൽക്കാൻ, ഒരു തെന്നാനുള്ള ഒരിടവും അവർ കാണുകയുമില്ല. ഇതാണ് പരലോകത്തെ അവസ്ഥ. അവിടെ രക്ഷ അള്ളാന്റെ തൗഹീദ് അംഗീകരിച്ച് അവർക്ക് മാത്രമുള്ളൂ. ആകാശങ്ങൾ പടച്ചത് അള്ളാഹ് മാത്രം, വേറെ ആരും അതുപോലെ പടക്കാനില്ല.
ആകാശഭൂമികൾ മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് അള്ളാഹിന്റെ കൂടെ വേറൊരു പങ്കാളില്ല, ഒരു പാർട്ണറില്ല. അല്ലെങ്കിൽ അള്ളാഹിനെ സഹായിച്ചിട്ടുള്ള ഒരു സഹായില്ല. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൃഷ്ടിപ്പ് നടത്തുമ്പോൾ അവിടെ ഒന്ന് എത്തി നോക്കി അതൊന്ന് കാണാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഒരു സാക്ഷിയില്ല. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കൽ ശുപാർശ പറഞ്ഞ് ഉറപ്പായും വാങ്ങിത്തരാൻ കഴിയുന്ന ശുപാർശക്കാര്, അവന്റെ ഇഷ്ടം അള്ളാഹ് അനുവദിച്ചാൽ ആ അനുവാദപ്രകാരം ചെയ്യുന്ന ശുപാർശയല്ലാതെ തന്റെ ഇഷ്ടം അനുസരിച്ച് ശുപാർശ പറയാൻ കഴിയുന്ന ഒരു ശുപാർശക്കാരനുമില്ല. അതുകൊണ്ട് എല്ലാ ആധിപത്യവും സർവമായ അതീശത്വവും അള്ളാഹുവിന് മാത്രമാണ്. ആ അള്ളാഹുവിനെ മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യൂ. അവന്റെ അടിമ, അവന്റെ മാത്രം അടിമയാണ്. അവനെ ഞാൻ വണങ്ങൂ, അവനെ ഞാൻ നമസ്കരിക്കൂ, അവനെ ഞാൻ ഇബാദത്ത് ചെയ്യൂ, അവനെ ഞാൻ ഇബാദത്ത് ചെയ്തിരിക്കും. അത് അവൻ പറഞ്ഞ രൂപത്തിൽ, അവന്റെ റസൂല് കൽപ്പിച്ച രൂപത്തിൽ മാത്രം എന്ന് കരുതുന്ന മുവഹ്ഹിദീങ്ങൾക്ക് മാത്രമേ അവിടെ രക്ഷ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ മറ്റവനെ പിടിച്ചു, ഇവിടെ പിടിച്ചു, അവനെ പിടിച്ചു, ആ കയറ് തൂങ്ങി, ഈ കയറ് തൂങ്ങി, അവിടെ പോയി, ഇവിടെ പോയി, അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെയാണ്. നരകം കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ്. അത് അതിന്റെ എല്ലാവിധ ക്രൗര്യത്തോടു കൂടിയും കത്തിയാളി കൊണ്ടുവരികയാണ്. കൂട്ടം കൂട്ടമായി മനുഷ്യരെ അതിലേക്ക് കൊണ്ടുപോയി തള്ളുമ്പോൾ നരകം ആർത്തിവ ചോദിക്കുന്നു, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്. ആ നരകം കൺമുന്നിൽ കാണുന്ന അവസ്ഥ, അതിൽ നിന്നൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാനുള്ള ഒരു ഇടമില്ല. ഇനി അതിൽ വീഴുക തന്നെ. ആ പോയിന്റിൽ അവിടെ വെച്ചിട്ട് അള്ളാഹ് നേരെ വേറൊരു കാര്യത്തിലല്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലേക്ക്, വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മഥൽ. ഈ ഖുർആൻ അത് അത്ഭുതങ്ങളുടെ അക്ഷയപാത്രമാണ്, അറിവുകളുടെ അക്ഷയപാത്രമാണ്. ഈ ഖുർആൻ അത് ഹിദായത്തിന് വേണ്ടി ഇറക്കിയതാണ്. ഈ ഖുർആൻ മുൻവിധിയില്ലാതെ, പക്ഷപാതമില്ലാതെ ഹിദായത്ത് ചോദിച്ചു വരുന്ന ആളുകൾക്ക്, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്ക്, ഗൈബായ നിലക്ക് അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന ഗ്രന്ഥമാണ്. ഹിദായത്തിന് കാരണമാകും. അതിലൂടെ അള്ളാഹു ഹിദായത്ത് കൊടുക്കും. ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ നാം കൈകാര്യം ചെയ്തിരിക്കുന്നു. സർറഫ യുസർരിഫു, കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ ഖുർആനിൽ ലിന്നാസി മിൻ കുല്ലി മഥൽ, ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, ജിന്നുകൾക്ക് വേണ്ടി. ഖുർആനിന്റെ പ്രബോധിത സമൂഹം ജിന്നുകളും മനുഷ്യരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ നിയോഗിച്ചത് ഇലന്നാസി കാഫത്തൻ, മുഴുവൻ മനുഷ്യരിലേക്കുമാണ്. മുഴുവൻ മനുഷ്യരിലേക്ക് എന്ന് പറയുമ്പോൾ ആദം സന്തതികളിലേക്ക് മാത്രമാണെന്ന് കരുതണ്ട മുഹമ്മദ് നബിയുടെ നിയോഗം. അവിടുന്ന് പറഞ്ഞു, എനിക്ക് 5 കാര്യം നൽകപ്പെട്ടു, മറ്റു നബിമാർക്കാർക്കും നൽകപ്പെടാത്ത 5 കാര്യങ്ങൾ. അതിലൊന്ന്, ഞാൻ എല്ലാ മനുഷ്യരിലേക്കുമാണ് സൃഷ്ടിക്കൂ നിയോഗിക്കപ്പെട്ടത് എന്ന് മാത്രല്ല, ബുഇസ്തു ഇല സഖലൈൻ അൽ ജിന്നി വൽ ഇൻസ്, സഖലൈനിയിലേക്കാണ് എന്റെ നിയോഗം. എന്നെ അല്ലാഹ് നിയോഗിച്ചത് മനുഷ്യവർഗത്തെ പോലെ ജിന്നുവർഗത്തിലേക്കുമാണ്. ഖുർആൻ മനുഷ്യവർഗത്തിന് എന്നതുപോലെ ഹിദായത്തിനുള്ള ഗ്രന്ഥമാണ് ജിന്നുവർഗത്തിനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജിന്നുകൾ വന്ന് കേൾക്കാറുണ്ടായിരുന്നു. അവരിൽ ചിലരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവരവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇല റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദ വഅന്നഹു തആല ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദ. ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു. അത് സന്മാർഗത്തിലേക്ക് ജനങ്ങളെ വഴി ചേർക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളത് അതേപടി വിശ്വസിച്ചിരിക്കുന്നു. ഇനിമേൽ ഞങ്ങൾ അല്ലാഹുവിൽ ആരെയും പങ്കുചേർക്കില്ല. അവര് തൗഹീദ് പ്രഖ്യാപിക്കുന്നു. ജിന്നുകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംവദിച്ചിട്ടുണ്ട്. അവരുമായി സംസാരിക്കാൻ പോയിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. സ്വഹീഹായ ഹദീസ്, കള്ളറിവായത്തുകളല്ല പറയുന്നത്. ഈ ഖുർആൻ ജിന്ന് ഇൻസ് വർഗത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതിൽ അവർക്ക് ഹിദായത്തിന് വേണ്ടി മിൻ കുല്ലി മഥൽ,
എല്ലാ തരത്തിലുള്ള മസലുകളും ദൃഷ്ടാന്തങ്ങളും അതിൽ നാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പേജിന്റെ ഉള്ളിൽ അള്ളാഹ് കൈകാര്യം ചെയ്ത മസലുകൾ, ദൃഷ്ടാന്തങ്ങൾ ഇപ്പൊ നമ്മള് ഒരു 3-4 ദിവസമായിട്ട് കേട്ടല്ലോ. ആദ്യം ഒരു മസല് പറഞ്ഞു, ഐഹിക ജീവിതത്തിന്റെ മസല് പറഞ്ഞു. ഐഹിക ജീവിതത്തിന്റെ മസൽ അത് പറഞ്ഞു തുടങ്ങി. അതിങ്ങോട്ട് പറഞ്ഞു തുടങ്ങി വന്നിട്ട് പിന്നീട് പരലോകത്തെ സംബന്ധിച്ച്, പരലോകത്തിലേക്ക് നമ്മൾ പോകുമ്പോഴുണ്ടാകുന്ന അവസ്ഥകൾ, അവിടെ ചില മസലുകൾ പറഞ്ഞു. പിന്നെ പരലോകത്തെ ചില അവസ്ഥകൾ പറഞ്ഞു, അതിന്റെ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. പിന്നെ അത് വിശദീകരിച്ച് അവിടെ മുശ്രിക്കുകളായ ആളുകൾക്ക് അതിനിടക്ക് ആദമിനെ സൃഷ്ടിക്കുന്ന ആ കാര്യങ്ങൾ, ആ ദൃഷ്ടാന്തങ്ങൾ അവിടെ വിവരിച്ചു. അവിടെ ഇബ്ലീസ് ധിക്കരിക്കുകയും ഇബ്ലീസ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ബഹിഷ്കൃതനാവുകയും ചെയ്തിട്ടുള്ള ദൃഷ്ടാന്തം പറഞ്ഞു. എന്നിട്ടും മനുഷ്യർ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സന്തതി പരമ്പരകളെയും വലിയായി കൊണ്ട് നടക്കുന്ന സ്ഥിതിവിശേഷം, അതിനെക്കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു. അവര് പരലോകത്ത് വരുമ്പോൾ, ഇത്തരക്കാരായ ആളുകൾ, അള്ളാഹുവിൽ പങ്കാളികളെ നിശ്ചയിച്ച ആളുകൾ പരലോകത്ത് വരുമ്പോൾ അവര് കാണാനിരിക്കുന്ന ആ രംഗം, അതിന്റെ എല്ലാ തീവ്രഭാവത്തോടും കൂടി നമ്മുടെ മുമ്പാകെ അള്ളാഹു വിവരിച്ചു. ആ ഒരു എന്താ പറയാ, അതിന്റെ ആ പിന്നാക്കിൽ എത്തി നിൽക്കുമ്പോ അള്ളാഹു ചാടി ഇപ്പുറത്തേക്ക് പോയിട്ട് വിഷയം പറയാ, വലഖദ് സർറഫ്നാ ഫീ ഹാദിൽ ഖുർആനി ലിന്നാസ് മിൻ കുല്ലി മസൽ. ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും മസലുകളും നാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദല. പക്ഷെ മനുഷ്യൻ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ വൃത്താന്തങ്ങളും സത്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അഹ്കാമുകളും അദലുകളാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന മുഴുവൻ കൽപ്പനകളും അത് നീതിപൂർവകമാണ്. അള്ളാഹു വിലക്കിയിട്ടുള്ള അവൻ വിലക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അത് ഗുരുതരമായ തെറ്റായ, മനുഷ്യന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്കാമുകളുടെ കാര്യത്തിൽ അദിലാണ് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള. അതുപോലെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള അഖ്ബാറുകൾ, വൃത്താന്തങ്ങളാണെങ്കിൽ അത് തീർത്തും സത്യസന്ധമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് മനുഷ്യൻ സർവഥാ കീഴ്പ്പെടണമായിരുന്നു. ഇതാണ് മനുഷ്യൻ തരപ്പെട്ടത്, നമ്മൾ ചെയ്യാൻ തരപ്പെട്ടത്, കടമപ്പെട്ടത് അതാണ്. ഖുർആനിൽ ഒരു അഖ്ബാർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള വൃത്താന്തങ്ങൾ അള്ളാഹു അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തസ്ദീഖ് ചെയ്യണം, സത്യപ്പെടുത്തണം. അതാണ് അതിനുള്ള കീഴ്പ്പെടൽ. ഖുർആനിൽ കൽപ്പനകളോ വിലക്കുകളോ അഹ്കാമുകൾ അള്ളാഹു നമ്മുടെ മുമ്പാകെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളാകട്ടെ, അള്ളാഹു വിലക്കിയിട്ടുള്ള വിലക്കുകളാകട്ടെ, അവന്റെ കൽപ്പനകളെ മാനിച്ചും അവന്റെ വിലക്കുകൾ പാലിച്ചും ജീവിക്കുക, അതിന് സർവഥാ കീഴ്പ്പെടുക. ഇതേ മനുഷ്യന് രക്ഷയുള്ളൂ. ഈ തസ്ലീം എന്ന് പറയുന്ന മബ്ദ, തസ്ലീം അന്യഥ കീഴ്പ്പെടുക, പരിപൂർണമായി കീഴ്പ്പെടുക എന്ന് പറയുന്ന ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന, അള്ളാന്റെ കലാമിൽ പറഞ്ഞിരിക്കുന്ന വൃത്താന്തങ്ങൾക്കും അഹ്കാമുകൾക്കും വിധികൾക്കും വൃത്താന്തങ്ങൾക്കും സർവ്വതാ കീഴ്പ്പെടാൻ തരപ്പെട്ടവനാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യന് വേറൊരു പ്രശ്നമുണ്ട്. അവൻ അക്സറ ശൈഇൻ ജദല, ഒട്ടുമിക്ക കാര്യത്തിലും ഓന്റെ സ്വഭാവം ജദലാണ്. ഓൻ വലിയ താർക്കികനാണ്. ജദല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുനാസഅതു അലാ വജ്ഹിൽ മുഗാലബ, ജയിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കണതാണ്. സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ടല്ല, ന്യായം അത് പുറത്തു വരാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ശരിയായ കാര്യം അത് വെളിപ്പെടാൻ വേണ്ടിയും സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയുമല്ല. ഞാൻ പിടിച്ച മുയലിന് 3 ചെവി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്റെ ഭാഗം അത് ശരിയാണ് എന്ന് വരുത്താൻ തീർക്കാൻ വേണ്ടിയിട്ട് വെറുതെ തർക്കിക്കുക. ഇത് മനുഷ്യനിക്ക് പറഞ്ഞതാ. നോക്കിക്കോളി, എന്റേതാവട്ടെ നിങ്ങളതാകട്ടെ, നമ്മൾ രണ്ടാളും അല്ലാത്ത മൂന്നാം കക്ഷിന്റേതാകട്ടെ, മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം അതാണ്. അക്സറ ശൈഇൻ ജദല. ഞാൻ പിടിച്ച ചെവിക്ക് 3 മുയലൻ, ഞാൻ പിടിച്ച മുയലിന് 3 ചെവി തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് അപ്പുറത്തുള്ളവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തർക്കിക്കുക. അതിനാണ് ജദില് 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 എന്ന് പറയാം. മനുഷ്യൻ അങ്ങനത്തെ ഒരുത്തനാണ് മനുഷ്യൻ. ഇതാണ് അധിക മനുഷ്യന്റെ സ്വഭാവം. എന്നാൽ ഖുർആൻ
ജദിലല്ല, അതിന് നേരെ അഭിമുഖമായി നിൽക്കുന്ന തസ്ലീമിന് തരപ്പെട്ട ഗ്രന്ഥമാണ്. അത് അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ളത് അഖ്ബാറുകളാണ്, അല്ലെങ്കിൽ അഹ്കാമുകളാണ്. അഖ്ബാറുകളാണെങ്കിൽ, വൃത്താന്തങ്ങളാണെങ്കിൽ പൂർണ്ണമായും സത്യമാണ്, അതിനെ നമ്മൾ സത്യപ്പെടുത്തിയേ പറ്റൂ. അഹ്കാമുകളാണെങ്കിൽ അത് പൂർണ്ണമായും അത് അതിലാണ്, ക്രമപൂർണമാണ്, ക്രമബദ്ധമാണ്, ന്യായമാണ്. അതിന് നമ്മൾ കീഴ്പ്പെടുകയും കൽപ്പനകൾ അനുസരിക്കുകയും വിലക്കുകൾ മാനിക്കുകയും ചെയ്യാൻ എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇതിന് തസ്ലീം ചെയ്യലാണ് മനുഷ്യൻ നടത്തേണ്ടിയിരുന്നത്. പക്ഷെ മനുഷ്യൻ അവിടെ തർക്കിച്ചു കയറും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദല. ഒരു ആയത്തും കൂടി ഒറ്റൊരായത്തും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വമാ മനഅൻ നാസ് അൻ യുഅ്മിനു إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا وما منع الناس. ജനങ്ങളെ തടയുന്ന കാര്യം എന്താണ്? അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദ. അവർക്ക് അള്ളാന്റെ അടുക്കൽ നിന്നുള്ള സന്മാർഗം വന്നു കിട്ടുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് അവർക്ക് തടസ്സം എന്താണ്? വളരെ വളരെ സിമ്പിൾ ഫോർമുലയാണ്. വിശ്വസിക്കാൻ ഒരു തടസ്സമുള്ള കാര്യം ദീനിൽ അള്ളാഹു കൊണ്ടുവന്നിട്ടില്ല. ഈ കാണുന്ന മുഴുവൻ സൃഷ്ടികളും അത് ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു സൃഷ്ടികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം. ആ സൃഷ്ടാവാണ് അള്ളാഹു. അവൻ മാത്രമാണ് സൃഷ്ടിജാലങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത്. അവനെ പോലെ സൃഷ്ടിച്ച മറ്റൊരു സൃഷ്ടാവില്ല, അവന് പങ്കാളിയില്ല, അവന് സഹായിയില്ല, അവന്റെ അടുക്കൽ യഥേഷ്ടം ശിപാർശ പറയുന്ന ശിപാർശക്കാരില്ല. അവൻ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ ആ സൃഷ്ടിപ്പൊന്ന് എത്തി നോക്കാൻ അവസരം കിട്ടിയ സാക്ഷികൾ പോലും ഇല്ല. അത്രത്തോളം അധീശത്വമുള്ള അല്ലാഹ്, അവന് നിങ്ങൾ കീഴ്പ്പെടണം, അവനു മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അവൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾ സത്യപ്പെടുത്തണം. അവൻ നീതിപൂർവകമായ ഹുക്കുമുകളാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത്. ആ ഹുക്കുമുകൾ, ആ വിധികൾ നിങ്ങൾ മാനിക്കണം. എന്നിട്ട് ജീവിതം അവന്റെ ഹിതത്തിന് ചിട്ടപ്പെടുത്തി, ഹിതത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ ഈ ലളിതമായൊരു കാര്യം, ഇതിനെതിരിലുള്ള വാദമുഖങ്ങൾ നിങ്ങൾ ഏതെല്ലാം ദാർശനിക തലത്തിൽ ദർശനങ്ങളുടെ ഏതെല്ലാം വിവിധങ്ങളായ കോണുകളിൽ വെച്ച് നിങ്ങൾ പരിശോധിച്ചാലും ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നിലനിൽക്കുന്ന ഭദ്രമായിരിക്കുന്ന ആശയം ഇത് മാത്രമാണ്. ഈ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന ഈ മബ്ദ, ഈ തത്വം മാത്രമേ ഒരു സൃഷ്ടാവ്, ഏകനായ സൃഷ്ടാവ്, രണ്ടാമതൊരു സൃഷ്ടാവില്ല, ഒരു പങ്കാളില്ല, ഒരു സഹായില്ല, ഏകനായ സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ് ഈ കാണുന്ന മുഴുവൻ സൃഷ്ടികളെയും. സൃഷ്ടികൾ അവന്റെ അടിമകളാണ്. അതുകൊണ്ട് അവന് മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടൂ. ഈ കാര്യം അത് വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന കാര്യം എന്താണ്? വമാ മനഅൻ നാസ്. ഇത് അവരുടെ പ്രകൃതത്തിൽ തന്നെ, അള്ളാഹ് നൽകിയ സൃഷ്ടിപ്പിൽ നൽകിയിട്ടുള്ള ആ പ്രകൃതത്തിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചു വെച്ച കാര്യമാണല്ലോ. ഈ കാര്യത്തെ ഉണർത്തിക്കൊണ്ടാണല്ലോ കാലാകാലങ്ങളിൽ ഇതപര്യന്തം പ്രവാചകന്മാർ, അമ്പിയാക്കൾ, മുർസലീങ്ങൾ മനുഷ്യലോകത്തേക്ക് കടന്നു വന്നത്. ഈ കാര്യങ്ങൾ വെളുപ്പിലും കറുപ്പിലുമായി മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണല്ലോ അള്ളാഹു ഗ്രന്ഥമിറക്കി കൊടുത്തത്. ഈ കാര്യത്തിന്റെ പേരിലാണല്ലോ സത്യവും അസത്യവും തമ്മിൽ ഭൂലോകത്ത് ഏറ്റുമുട്ടൽ നടന്നത്. ഈ കാര്യത്തിന്റെ പേരിലാണല്ലോ രണ്ട് വിഭാഗമായി മനുഷ്യർ വേർപിരിയുന്നത്. ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ. ഒരു ഭാഗം സ്വർഗത്തിലും ഒരു വിഭാഗം നരകത്തിലും എന്ന് പറഞ്ഞ് വേർപിരിയുന്നത് ഇതിന്റെ പേരിലാണല്ലോ. ഈ സത്യം എന്തുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല? വയസ്തഗ്ഫിറു റബ്ബഹും. കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, മുമ്പ് ഞാൻ അതിൽ നിന്ന് തെറ്റിപ്പോയി, ഇനി എനിക്ക് രക്ഷയുണ്ടോ? ഉണ്ട്. കഴിഞ്ഞതിന് തന്റെ റബ്ബിനോട്, അവരുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ അവർക്ക് എന്താണ് തടസ്സം? ഇല്ല അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ ഔ യഅതിയഹുൽ അദാബു ഖുബുല. ആകഞ്ഞുള്ള തടസ്സം പൂർവീക സമുദായങ്ങൾക്ക് നടന്ന ചില നടപടിക്രമങ്ങളുണ്ട്, അവരിൽ സംഭവിച്ച ചില നടപടിക്രമങ്ങളുണ്ട്. അത് മാത്രമാണോ ഇനി തടസ്സം? ഇതൊക്കെ ധിക്കരിച്ചാൽ അള്ളാഹുവിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആദ് ഗോത്രത്തിലേക്ക് നോക്കൂ, സമൂദ് ഗോത്രത്തിലേക്ക് നോക്കൂ, ശുഐബ് നബിയുടെ സമൂഹത്തിലേക്ക് നോക്കൂ, ലൂത്ത് നബിയുടെ സമൂഹത്തിലേക്ക് നോക്കൂ. എത്ര 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 എത്ര
ചരിത്രങ്ങൾ ഈ മണ്ണിൽ കഴിഞ്ഞുപോയി. വകം മിൻ ഖറിയത്തിൻ, ഖുർആനിൽ അല്ലാഹ് അങ്ങനെ ചോദിക്കണം. വകം മിൻ ഖറിയത്തിൻ, എത്രയെത്ര മനുഷ്യാധിവാസ കേന്ദ്രങ്ങൾ, മനുഷ്യര് തിങ്ങി താമസിച്ചിരുന്ന അധിവാസ കേന്ദ്രങ്ങൾ, അഹ്ലക്നാഹ, അവയെ നാം നശിപ്പിച്ചു കളഞ്ഞു. സന്മാർഗവുമായി അമ്പിയാക്കന്മാർ വന്നാൽ ആ അമ്പിയാക്കന്മാരെ പരിഹസിക്കുന്നു, കളവാക്കുന്നു, തള്ളിക്കളയുന്നു, ചിലപ്പോ കയ്യേറ്റം ചെയ്യുന്നു, ചിലപ്പോ കൊന്നുകളയുന്നു. ഇങ്ങനെ അതിക്രമം അതിരുവിടുമ്പോ അള്ളാഹ്ക്ക് പൂർവീക സമുദായങ്ങളിൽ അവൻ കൈക്കൊണ്ടിട്ടുള്ള ചില നടപടിക്രമങ്ങൾ, സുന്നത്തുകളുണ്ട്. ആ സുന്നത്ത്, അള്ളാഹുവിന്റെ നടപടിക്രമം, അത് വരാനാണോ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഔ യഅ്തിയഹുമുൽ അദാബു ഖുബുല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നേരെ അവർക്ക് അഭിമുഖമായി അവരുടെ മുന്നിലേക്ക് ശിക്ഷ അങ്ങോട്ട് വരാനാണോ കാത്തു നിൽക്കുന്നത്? ശിക്ഷ വന്നാൽ പിന്നെ രക്ഷ ഉണ്ടാവില്ല. അള്ളാഹ് കുറച്ച് സാവകാശം തരും. റബ്ബുന യുംഹിൽ, നമ്മുടെ റബ്ബ് കുറച്ച് സാവകാശം തരും. പക്ഷെ അള്ളാഹ് ഒരിക്കലും തന്നെ വിട്ടേക്കൊന്നും കരുതണ്ട, വിട്ടേക്കില്ല. ആ സാവകാശം തരുമ്പോ നമ്മൾ വിചാരിച്ചു, അക്രമകാരികൾ വിചാരിച്ചു, ഇല്ല ഞാൻ ജയിച്ചു, അങ്ങനെ അള്ളന്റെ അല്ല, അല്ലെങ്കിൽ അള്ളാഹ് ഒന്നും കാട്ടൂല എന്ന് കരുതി ഉറൂറിൽ അകപ്പെട്ടാൽ അഖദ്നാഹും ബഗ്തതൻ ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോൾ അള്ളാഹ്ക്കൊരു പിടുത്തുണ്ട്. അത് നിങ്ങൾ വിചാരിച്ച നേരത്താവൂല, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പിടുത്തായിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ ഫൈദാഹും മുബ്ലിസൂൻ, ഒരു കുട്ടി അതിൽ നിന്ന് പുറത്തേക്ക് ചാടൂല, എല്ലാരെയും കൂടി പിടിക്കും. അഖദ്നാഹും അഖ്ദ അസീസിൻ മുഖ്തദിർ, അവരെ നാം പിടിച്ചു. പൂർവിക സമുദായങ്ങളിലെ ചര്യ അള്ളാന്റെ നടപടിക്രമം, അവരെ നാം പിടിച്ചത് അഖ്ദ അസീസിൻ മുഖ്തദിർ, അജയ്യനായ എന്തിനും കഴിവുറ്റവനായ റബ്ബിന്റെ ഒരു പിടുത്തുണ്ട്. ആ പിടുത്തം അത് പൊക്കി. കോഴി കൂവുന്നത്, ആട് കരയുന്നത് ഒക്കെ ആകാശലോകത്തുള്ളവർ കേൾക്കുന്ന അത്ര ഉയരത്തിലേക്ക് പൊക്കിയിട്ട് പിന്നെ അപ്പം മറിച്ചിടുന്ന മാതിരി ഒറ്റ അടിയാണ്. ഒരു ഇന്റർനാഷണൽ ഹൈവേയിലാണ് അത് കിടക്കുന്നത്, പോണോൽക്ക് കാണാൻ പറ്റും. അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങൾ അള്ളാഹ് നശിപ്പിച്ചതിന്റെ അടയാളങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അടയാളങ്ങളിലൂടെ ഒരിക്കൽ യാത്ര പോകണ്ടായി. ആദ് ഗോത്രത്തെ അള്ളാഹ് നശിപ്പിച്ചിട്ടുള്ള, സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് വലിച്ചു പിടിച്ച് ധൃതിയിൽ വിട്ടു. കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇറങ്ങാൻ പോകരുത്, അവിടുത്തെ കിണറുകളിൽ നിന്ന് നിങ്ങൾ വെള്ളം ശേഖരിക്കരുത്. ലാ തദ്ഖുലൂ ബുയൂത്തൽ ഖൗമിൽ മുഅദ്ദബീന ഇല്ലാ വഅൻതും ബാഖൂൻ അൻ യുസീബകും മാ അസാബഹും. അല്ലാഹ് ശിക്ഷിച്ചിട്ടുള്ള ആളുകൾ അവരുടെ അധിവാസ കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ കരഞ്ഞുകൊണ്ടല്ലാതെ അവിടെ നിങ്ങൾ മുറിച്ചു കടക്കാൻ പോകരുത്. അവരെ ബാധിച്ച് നിങ്ങൾക്ക് ബാധിക്കാതിരിക്കാനുള്ളൊരു സൂക്ഷ്മത. അങ്ങനത്തെ എത്ര എത്ര സ്ഥലങ്ങൾ, എത്ര എത്ര കേന്ദ്രങ്ങൾ അള്ളാഹ് നശിപ്പിച്ചു. ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അങ്ങനെ വന്നു തുടങ്ങിയാൽ പിന്നെ തടുത്താൻ നിൽക്കൂല കേട്ടോ. അതിന്റെ മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണം. അള്ളാഹു ഒരു താക്കീത് നൽകുകയാണ്. ആ താക്കീതിന്റെ സ്വരം വളരെ കടുത്തതാണ്. ആ വാചകം നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊന്ന് ഒരു പലതവണ വായിച്ചു നോക്കി. വമാ മനഅ അന്നാസ് അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ല അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീൻ ഔ യഅതിയഹുമുൽ അദാബു ഖുബുലാ. وبهذا القدر أكتفي اليوم، وأسأل الله العظيم رب العرش العظيم أن يتولانا جميعا في الدنيا والآخرة إنه سميع قريب مجيب. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.